നമസ്കാരം. വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് മോദിയുടെ ഗ്യാരണ്ടി എടുത്തു പറഞ്ഞ പ്രസംഗം. 60 लाख महिलाओं के बैंक अकाउंट खोले, ये सफलता कैसे मिली? മോദിയുടെ ഗ്യാരണ്ടി. ഇടത് വലത് സർക്കാരുകൾക്ക് വിമർശനം. ഇന്ത്യ മുന്നണിയെ കേരളത്തിൽ പരാജയപ്പെടുത്തുമെന്ന് മോദി. വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ സഭാധ്യക്ഷന്മാർക്ക് നന്ദി പറഞ്ഞ മോദി. തൃശൂർ പൂരത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ കളി ദൗർഭാഗ്യകരം. ശബരിമലയിലെ കുത്തഴിഞ്ഞ സ്ഥിതി വേദനിപ്പിക്കുന്നു. ഇന്ത്യ മുന്നണി വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നും വിമർശനം. ശക്തന്റെ മണ്ണിൽ പ്രധാനമന്ത്രിക്ക് വൻ വരവേൽപ്പ് നൽകി കേരളം. തൃശൂരിലെ റോഡ് ഷോയിൽ മോദിക്കൊപ്പം സുരേഷ് ഗോപിയും. സ്ത്രീശക്തി പരിപാടിയിൽ പങ്കെടുത്ത് ജനസഹസ്രം. മലയാളി സ്ത്രീകളെ അനുമോദിച്ച മോദി. भारत की आजादी, संस्कृति और संविधान के निर्माण में महत्वपूर्ण भूमिका निभाई है. സജി ചെറിയാനെതിരെ ഓർത്തഡോക്സ് സഭ. ക്രിസ്ത്യാനിയെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നുവെന്ന് മെത്രാപ്പൊലിത്ത. മുഖ്യമന്ത്രി വിളിച്ച ക്രിസ്മസ് നവവത്സര വിരുന്നിൽ പങ്കെടുത്ത് ക്ലിമീസ് ബാവ. പ്രതിപക്ഷം എത്തിയില്ല, ഗവർണറെ ക്ഷണിച്ചില്ല. ഞാൻ അതേ നാണയത്തിൽ മറുപടി പറയാൻ പോയാൽ പിന്നെ അദ്ദേഹം ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പനോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പം ഞാൻ കുറെ കൂടെ പക്വത കാണിക്കണമല്ലോ. ഞാനും മുൻമന്ത്രി തമ്മിൽ ഒരു പ്രശ്നമല്ല, പിന്നെ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം MLA ആയിരുന്നുള്ള കാര്യം, ഞാൻ 5 തവണ MLA ആളാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ MLA ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. ആന്റണി രാജുവുമായി തർക്കമില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയിൽ വരുമാന ചോർച്ചയുണ്ടെന്ന വിവരം തന്നത് യൂണിയനുകൾ. നഷ്ടത്തിലുള്ള റൂട്ടുകൾ നിർത്തലാക്കുമെന്ന് ചുമതലയേറ്റയുടൻ പ്രഖ്യാപനം. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ജസ്ന കയ്യെത്തും ദൂരത്തെത്തിയിരുന്നുവെന്ന് ടോമിൻ തച്ചങ്കരി. ലോക്ഡൌൺ സമയത്ത് അന്വേഷണം നിലച്ചത് തടസ്സമായി. കണ്ടെത്താതെ കേസ് അവസാനിപ്പിച്ചതിന് CBIയെ കുറ്റം പറയാനാവില്ലെന്നും മുൻ DGP. ഹിൻഡൻബർഗ് ആരോപണത്തിൽ അദാനിക്ക് ആശ്വാസം. പ്രത്യേക അന്വേഷണം ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി. സെബിക്ക് അന്വേഷണം തുടരാം. പൌരത്വ ഭേദഗതി നിയമം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കാൻ കേന്ദ്രം. ചട്ടങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കും. പൌരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും ഉടൻ നിലവിൽ വരും. ഗ്യാൻവാപ്പിയും ഷാഹി ഈദ്ഗാഹും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് KK മുഹമ്മദ്. രണ്ടും അയോധ്യയ്ക്ക് തുല്യം. കൃഷ്ണന്റെ ജന്മസ്ഥലം മക്കയും മദീനയും പോലെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ശിവന്റെ സ്ഥാനം ഗ്യാൻവാപ്പി. ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. ആ തയ്യാറായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ മുന്നോട്ട് വരും. അയോധ്യ തർക്ക ഭൂമി ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു ഗവേഷകന്റെ പ്രതികരണം ന്യൂസ് 18. കൗമാര കലോത്സവത്തിനൊരുങ്ങി കൊല്ലം. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 23 വേദികളിലായി മാറ്റുരയ്ക്കുന്നത് 14,000 പ്രതിഭകൾ. വാർത്തയിലേക്ക് വിശദമായി. മോദിയെ വരവേറ്റ് തൃശൂർ. മോദി ഗ്യാരണ്ടികൾ ഉയർത്തി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൃശൂരിൽ തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾക്കായി ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി എല്ലാം സാധ്യമായത് മോദിയുടെ ഗ്യാരണ്ടിയോടെയാണെന്ന് ഊന്നിപ്പറഞ്ഞു. കോൺഗ്രസും ഇടത് പാർട്ടികളും സ്ത്രീശക്തിയെ അവഗണിച്ചെന്നും വനിതാ സംവരണം നടപ്പാക്കാൻ അവർക്ക് സാധിച്ചില്ലെന്നും നരേന്ദ്രമോദി. മുത്തലാഖിൽ നിന്ന് മുസ്ലിം സ്ത്രീകളെ മോചിപ്പിച്ചെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. बीते 10 वर्षों में हमने महिलाओं का जीवन आसान बनाने के लिए अनेक कदम उठाए हैं. हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए. ये सफलता कैसे मिली?
മോദിയുടെ गारंटी। हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया। ये क्यों हुआ? मोदीयुडे गारंटी। हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया। ये कैसे बने? मोदीयुडे गारंटी। हमने 1 रुपए में सुविधा सैनिटरी पैड्स की योजना शुरू की। ये किसे संभव बनाया? मोदीयुडे गारंटी। हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले। ये सफलता कैसे मिली? मोदीयुडे गारंटी। हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए। ये कैसे संभव हुआ? मोदीयुडे गारंटी। हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया। इसे किसे संभव बना दिया? मोदीयुडे गारंटी। हमने सैनिक स्कूलों में बेटियों के एडमिशन का रास्ता खोला। ये कैसे संभव हुआ? मोदीयुडे गारंटी। मोदीयुडे गारंटी। हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया। ये वायदा कैसे पूरा हुआ? मोदीयुडे गारंटी। मेरे परिवारजनों, आज जब हम विकसित भारत की बात कर रहे हैं तो उसमें नारी शक्ति को हम एक सशक्त फोर्स बनाना चाहते हैं। इसलिए आने वाले समय में हमारी माताओं, बहनों, बेटियों के लिए अवसर ही अवसर आने वाले हैं। अब 15,000 महिला सेल्फ हेल्प ग्रुप को ड्रोन मिलेंगे, क्योंकि आपके पास है मोदीयुडे गारंटी। अब देश में 2 करोड़ महिलाएं लखपति दीदी बनाई जाएगी। ये कैसे होगा? मोदीयुडे गारंटी। पीएम विश्वकर्मा योजना से महिलाओं को पैसे और ट्रेनिंग मिलेगी, क्योंकि आपके पास है मोदीयुडे गारंटी। पीएम स्वनिधि योजना से रेहड़ी फुटपाथ पर दुकान लगाने वाली महिलाओं को मदद मिलेगी, क्योंकि आपके पास है मोदीयुडे गारंटी। बेटियों को स्पोर्ट्स में आगे बढ़ाया जाएगा, क्योंकि आपके पास है मोदीयुडे गारंटी। आपको 5 लाख रुपए तक मुफ्त इलाज मिलता रहेगा, क्योंकि आपके पास है मोदीयुडे गारंटी। आपको सस्ती रसोई गैस मिलती रहेगी, क्योंकि आपके पास है मोदीयुडे गारंटी। पीएम आवास योजना के घर आपके नाम रजिस्टर होते रहेंगे, क्योंकि आपके पास है മോദിയുടെ ഗ്യാരണ്ടി. ക്രിസ്ത്യൻ സമുദായങ്ങളുമായുള്ള ചർച്ചകളെയും പ്രസംഗത്തിൽ നരേന്ദ്രമോദി പരാമർശിച്ചു. ക്രിസ്മസ് വേളയിൽ പുരോഹിതർക്ക് വിരുന്ന് നൽകാനായെന്നും വിരുന്നിൽ പങ്കെടുത്തവർ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചെന്നും നരേന്ദ്രമോദി അവകാശപ്പെട്ടു. എല്ലാവരുടെയും വിശ്വാസങ്ങളെ ആദരിക്കുന്നുവെന്നും അതുകൊണ്ടാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലെത്തിയത്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം ലഭിച്ചുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 4 ജാതികളാണ് NDAയ്ക്ക് പ്രധാനമെന്ന് നരേന്ദ്രമോദി. യുവാക്കൾ, സ്ത്രീകൾ, പാവങ്ങൾ, കർഷകർ ഇവരുടെ പുരോഗതിയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. BJP के नेतृत्व वाली NDA सरकार के लिए 4 जातियां सर्वोपरि है. जब देश के गरीब, देश के युवा, देश के किसान और देश की महिलाओं का विकास होगा, तभी देश का विकास होगा. इसलिए BJP सरकार की योजनाओं का बड़ा लाभ इन 4 जातियों को सबसे ज्यादा मिला है. സംസ്ഥാന സർക്കാരിനെയും പ്രധാനമന്ത്രി വിമർശിച്ചു. അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് ഇവിടെ നടക്കുന്നത്. മോദി വിരോധം പറഞ്ഞ് കേരളത്തിൽ വികസനം മുടക്കുന്നുവെന്നും സ്വർണ്ണക്കള്ളക്കടത്ത് ആരുടെ ഓഫീസിലാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി.
आजादी के बाद लेफ्ट कांग्रेस की सरकारों ने, एलडीएफ, यूडीएफ की सरकारों ने नारी शक्ति को कमजोर माना। लेफ्ट और कांग्रेस ने लोकसभा और विधानसभा में महिलाओं को रिजर्वेशन देने वाला कानून बरसों तक लटकाए रखा। लेकिन मोदी ने आप सभी बहनों को आपका हक देने की गारंटी दी थी और उस गारंटी को पूरा करके दिखाया। नारी शक्ति बंधन अधिनियम अब कानून बन चुका है। आपको याद होगा, जब तक देश में लेफ्ट और कांग्रेस के गठबंधन की सरकारें थी, तब तक मुस्लिम बहनें ट्रिपल तलाक से परेशान थी। मोदी ने मुस्लिम बहनों को ट्रिपल तलाक से मुक्ति देने की गारंटी दी थी और उसे ईमानदारी से पूरा भी करके दिखाया। ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി ചേരുകയാണ്. സി വി അനുമോദും ടോം കുര്യാക്കോസും എസ് വിനേഷ് കുമാറും ചേരുന്നു. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതുണ്ടായില്ല. തന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നത് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. എത്രമാത്രം ആവേശത്തിലാണ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉൾക്കൊണ്ടത്? എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? രേണുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയും അതിനുശേഷം മഹിളാ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗവും അക്ഷരാർത്ഥത്തിൽ സത്യത്തിൽ ഈ BJP പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന തരത്തിലായിരുന്നു. ഇതിൽ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം പുതിയ കാര്യങ്ങളൊന്നും പ്രസ്താവിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ 1 മണിക്കൂറോളം നീളുന്ന പ്രസംഗത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ NDA ഭരണ നേതൃത്വം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ വിശദമായി പറഞ്ഞ് ഇതെല്ലാം മോഡിയുടെ ഗ്യാരണ്ടി എന്ന് ഓരോ കാര്യവും അക്കമിട്ട് പറയുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അതിൽ പ്രസംഗ ശൈലി തന്നെയാണ് സ്വാഭാവികമായിട്ടും ഈ കേട്ടിരിക്കുന്നവരെ ആവേശത്തിലാക്കുന്നത്. ഏറ്റവും ഓരോ കാര്യം പറയുമ്പോഴും കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ കാലത്ത് നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും, അതിൽ സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ വിദ്യാഭ്യാസ പദ്ധതികളാവട്ടെ, ഗ്യാസ് സൗജന്യ ഗ്യാസിന്റെ നൽകിയതിന്റെ പദ്ധതിയാവട്ടെ, വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളാകട്ടെ, അങ്ങനെ ഓരോന്നും എണ്ണിയായിട്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിച്ചത്. ഈ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് കോൺഗ്രസിനെ വിമർശിക്കുകയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞത് ശക്തമായ ഒരു ഭരണ സംവിധാനം കേന്ദ്രത്തിൽ ഉള്ളതുകൊണ്ടാണ്. മുൻപത്തെ പോലെ ദുർബലമായിരുന്ന കോൺഗ്രസിന്റെ നേതൃത്വമാണെങ്കിൽ ഇതൊന്നും സാധ്യമാകില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ തൃശൂരിന്റെ വിഷയത്തിൽ, തൃശൂർ പൂരത്തിന്റെ തറവാടക വിഷയത്തിൽ അദ്ദേഹം സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഭക്തരെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നു. ശബരിമലയിലെ സ്ഥിതി എന്താണെന്ന് വിഷമിപ്പിക്കുന്നു. ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ചില കുറ്റപ്പെടുത്തലുകൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ നടത്തുന്നു. പ്രധാനമായിട്ടും ഈ സ്ത്രീകൾക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളുടെ ഗുണഫലങ്ങൾ വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇതിൽ ഏറ്റവും കൂടുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് തോന്നുന്നത്, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ തൃശ്ശൂരിലെ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ പ്രതീക്ഷകളെല്ലാം ചോദിക്കുമ്പോഴും സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും പ്രധാനമായിട്ടും പങ്കുവെക്കാനുണ്ടായിരുന്നത്. ഇന്ന് സുരേഷ് ഗോപി ആദ്യമായിട്ട്
മാധ്യമങ്ങൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുമ്പിലോ ഇന്ന് പ്രത്യക്ഷപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ കൂടെ റോഡ് ഷോയിൽ അദ്ദേഹത്തിന്റെ തുറന്ന വാഹനത്തിലാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപി വേദിയിലും ഉണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുള്ളൊരു വേദിയല്ല ഇതെന്ന് BJP നേതാക്കൾ ആദ്യം മുതലേ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം വളരെ വ്യക്തമാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അരങ്ങൊരുക്കി കഴിഞ്ഞു. അതിലേക്കുള്ള പ്രചരണത്തിന്റെ ആദ്യ ചുവടുവെപ്പാണ് ഇന്നുണ്ടായിരിക്കുന്നത്. തന്റെ കൂടെ തുറന്ന വാഹനത്തിൽ സുരേഷ് ഗോപിയെ കയറ്റിയതും അതിനുശേഷം അദ്ദേഹത്തെ ഈ മഹാസമ്മേളനത്തിന്റെ വേദിയിലേക്ക് കൊണ്ടുവന്നതൊക്കെ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അതായത് കേന്ദ്രം നടത്തുന്ന പദ്ധതികൾ അതിന്റെ ഗുണഫലങ്ങൾ വ്യക്തമായിട്ട് വനിതകൾക്കിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം മോദി നടത്തി. അതേസമയം കേന്ദ്രം നടത്തുന്ന പദ്ധതികൾ കേരളത്തിൽ പലപ്പോഴും ആളുകളിലെ താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല എന്ന ഒരു തരത്തിലുള്ള പ്രചാരണം ശക്തമായതുകൂടി അദ്ദേഹം ഈ വിശദമായ പ്രസംഗത്തിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടി വരും. വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളോ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിലുള്ള പ്രഖ്യാപനങ്ങളോ ഒന്നും അദ്ദേഹം നടത്തിയില്ലെങ്കിൽ പോലും ഈ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ഇത്രയെല്ലാം ചെയ്തു, ഇനി ഇതിനൊരു തുടർച്ചയുണ്ടാകണം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് നൽകുന്നതായിരുന്നു മോദിയുടെ വാക്കുകൾ. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും തുറന്ന വാഹനത്തിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും അതിനുശേഷം വേദിയിൽ സുരേഷ് ഗോപിയെ അടുത്തിരുത്തിയതുമൊക്കെ നൽകുന്ന സന്ദേശം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. തീർച്ചയായും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും സുരേഷ് ഗോപിക്കായുള്ള അരങ്ങ് ഒരുക്കൽ തന്നെയാണ് ഇന്ന് നടന്നത് എന്നതാണ് CB അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടോം കുര്യാക്കോസിലേക്ക്. ടോം, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ തുടക്കം തന്നെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. അവർ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഇടത്താണ് പ്രചാരണ തുടക്കം. അതും ഇത്രയധികം ആവേശം ജനിപ്പിച്ചുകൊണ്ട് തുടങ്ങാനായിരിക്കുന്നു. ഒരു ശക്തി പ്രകടനമായി തന്നെ ഇത് മാറുന്നതാണോ നമ്മൾ കണ്ടത്? രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ കടന്നു വന്നിരിക്കുന്നു. അവിടെ കോൺഗ്രസിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസ് നടപ്പാക്കാൻ കഴിയാത്ത പോയ കാര്യങ്ങൾ നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാരിനെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിമർശിക്കുകയും ചെയ്യുന്നു. എന്താണ് മോദിയുടെ വരവിലെ രാഷ്ട്രീയം? രേണുക, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിന് പിന്നിൽ, തൃശ്ശൂരിലേക്കുള്ള വരവിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയായിരുന്നു നമ്മൾ കരുതിയത്. കാരണം അദ്ദേഹത്തിന്റെ, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയുടെ പ്രചാരണ പരിപാടികളുടെ ഒരു തുടക്കമായി തന്നെ രാഷ്ട്രീയ കേരളം ഇതിനെ വിലയിരുത്തുന്നുണ്ട്. കാരണം ഇന്ന് കണ്ട BJPയുടെ അണികളിൽ കണ്ട ആവേശം റോഡ് ഷോ മുതൽ നമ്മൾ കണ്ടതാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ്, അതായത് 1 ലക്ഷത്തിലധികം ആളുകളാണ് നരേന്ദ്രമോദിയെ വരവേൽക്കാൻ വേണ്ടി റോഡ് ഷോയിൽ ഈ സ്വരാജ് റൌണ്ടിന്റെ ഇരുവശങ്ങളിലുമായി അണിനിരുന്നത്. അതിനുശേഷം അദ്ദേഹം വേദിയിലേക്ക് എത്തിയപ്പോൾ, ഈ സ്ത്രീകളെ അഭിസംബോധന ചെയ്തപ്പോൾ 2 ലക്ഷത്തോളം സ്ത്രീകളെ അണിനിരത്തിയുള്ള സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന വലിയ മഹാസമ്മേളനത്തിൽ നരേന്ദ്രമോദി എത്തിയതോടുകൂടി ആവേശം അണപൊട്ടുകയാണ് ചെയ്തത്. അതായത് നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും, അതോടൊപ്പം മറ്റു പല ഏതെങ്കിലും കേരളത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയുള്ള ഏതെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കും, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും അത്തരം പ്രഖ്യാപനം ഉണ്ടായില്ല. പക്ഷേ അക്ഷരാർത്ഥത്തിൽ BJPയുടെ ഒരു ശക്തി പ്രകടനമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടിയെ കാണേണ്ടത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJPയുടെ A+ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. മറ്റു പല മണ്ഡലങ്ങളും പറയാം, അതായത് തിരുവനന്തപുരം, പാലക്കാടും പത്തനംതിട്ടയൊക്കെ BJPക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം, സുരേഷ് ഗോപി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഒരു പരിധിവരെയും ഉറപ്പാകുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടിയിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം റോഡ് ഷോയിലെ പ്രധാനമന്ത്രിക്കൊപ്പം ആ തുറന്ന വാഹനത്തിലുണ്ടായിരുന്നത് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനും തൊട്ടുപിന്നിലായി, നരേന്ദ്രമോദിയുടെ തൊട്ടു പിന്നിലായിട്ടായിരുന്നു സുരേഷ് ഗോപി ഉണ്ടായിരുന്നത്. ഈ 3 പേർ മാത്രമാണ് നരേന്ദ്രമോദിയെ കൂടാതെ ആ റോഡ് ഷോയിൽ തുറന്ന വാഹനത്തിലുണ്ടായിരുന്നത്. അതായത് തൃശ്ശൂരിലെ എങ്ങനെയാകണം സുരേഷ് ഗോപിയെ അവതരിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വേദിയിലടക്കം അത് കൃത്യമായും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം, സുരേഷ് ഗോപി എത്തിയത് മുതൽ വലിയ ആവേശം, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തെയും വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ എതിരേറ്റത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുടനീളം കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. അതായത് സംസ്ഥാന സർക്കാരിനെയും കോൺഗ്രസിനെയും, അതായത് ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും കൃത്യമായി വിമർശിച്ചുകൊണ്ട്
വലിയൊരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അതായത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു ഓരോ പദ്ധതികളും അദ്ദേഹം ഈ വനിതകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വനിതകളുടെ സാന്നിധ്യവും ഈ വേദിയെ ശ്രദ്ധേയമാക്കിയിരുന്നു. അതായത് നടി ശോഭന, PT ഉഷ, മിന്നുമണി, മറിയക്കുട്ടി, അങ്ങനെ വിവിധ മേഖലകളിലുള്ളവർ, ബീന കണ്ണൻ അടക്കമുള്ള വ്യവസായികളും ഈ വേദിയിൽ ഉണ്ടായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ടതാണ്. കാരണം സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരെ BJP പരിഗണിക്കുന്നു എന്നൊരു സന്ദേശം അവിടെ ഉണ്ട്. മാത്രമല്ല ഈ വിഷയത്തിലും ഈ പ്രസംഗത്തിലും അദ്ദേഹം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് നൽകിയ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം തനിക്ക് ലഭിച്ചുവെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. അതായത് ഒരു പരിധിവരെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയം കൂടി BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, മുത്തലാഖ് വിഷയമടക്കം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. കൃത്യമായും സ്ത്രീകളുടെ വോട്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട്, പരമ്പരാഗതമായി BJPക്ക് കിട്ടുന്ന വോട്ട്, ഈ 3 വിഭാഗങ്ങളുടെ വോട്ടുണ്ടെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതായത് 4 വിഭാഗങ്ങളാണ് BJP പരിഗണിക്കുന്നത്. അതിൽ സ്ത്രീകളുണ്ട്, ദരിദ്രരുണ്ട്, കർഷകരുണ്ട്, അങ്ങനെ 4 വിഭാഗങ്ങളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിലുടനീളം ചൂണ്ടിക്കാണിച്ചത്. കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എങ്ങനെ BJPക്ക് കേരളത്തിലും സ്ത്രീകൾക്കിടയിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിടയിലും സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന കൃത്യമായ തന്ത്രത്തോടു കൂടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗവും. കൃത്യമായി കോൺഗ്രസിനെയും CPM-നെയും വിമർശിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി അവരെന്ത് ചെയ്തു, ഇത്രയും നാളും ഭരിച്ചിട്ട് എന്ത് ചെയ്തു, സ്ത്രീകളുടെ സുരക്ഷ, അതടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ തുടക്കമായിട്ട് തന്നെ നമുക്കിതിനെ കാണണം. പക്ഷേ ഇതെങ്ങനെ കേരളത്തിലെ ജനങ്ങൾ, തൃശ്ശൂരിലെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗത്തെയും അദ്ദേഹത്തിന്റെ വരവിനെയും എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് അറിയണമെങ്കിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് വരെയും കാത്തിരിക്കേണ്ടി വരും. പക്ഷെ എന്തായാലും വലിയ BJP അണികളെ സംബന്ധിച്ച്, പ്രവർത്തകരെ സംബന്ധിച്ച് വലിയൊരു ആവേശം നിറയ്ക്കുന്ന ഒരു വലിയ പരിപാടി തന്നെയായിരുന്നു. കാരണം കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരമൊരു മഹാസമ്മേളനം BJPക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. BJPയുടെ സംഘടനാ ശക്തി പൂർണ്ണമായി വിളിച്ചോതുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു തൃശ്ശൂരിൽ നടന്നത്. കാരണം തൃശ്ശൂർ പിടിക്കുക എന്ന് പറഞ്ഞ് തൃശ്ശൂർ എടുക്കും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രഖ്യാപനങ്ങളുമായി, വലിയ അവകാശവാദങ്ങളുമായി എത്തിയ BJPക്ക് പക്ഷേ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നു എന്നത് പ്രവർത്തകരെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന കാര്യമായിരുന്നുവെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP തൃശ്ശൂർ പിടിക്കുമെന്ന, തൃശ്ശൂർ എടുക്കുമെന്ന ആ രീതിയിലുള്ള ഒരു ആവേശം ജനിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ നിന്നും മടങ്ങിയത്. പ്രവർത്തകരിൽ ആവേശം നിറയ്ക്കാൻ ഇന്നത്തെ പരിപാടിക്കായിട്ടുണ്ട് എന്നതാണ് ടോം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ആത്യന്തിക ഫലം എന്ത് എന്നത് തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നും ടോം സൂചിപ്പിക്കുന്നു. വിനേഷ് കുമാർ കൂടി ചേരുകയാണ്. വിനേഷ്, ജനറൽ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് തുടങ്ങി ഏതാണ്ട് 1 കിലോമീറ്റർ നീളമായിരുന്നു റോഡ് ഷോ ഉണ്ടായിരുന്നത്. വനിതകൾക്ക് വേണ്ടിയുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ വലിയ ഒരു വിഭാഗം ജനക്കൂട്ടം റോഡിനിരുവശത്തുമായി പ്രധാനമന്ത്രിയെ കാണാൻ അണിനിരക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ടോം തിരക്കുമ്പോൾ പല ജില്ലകളിൽ നിന്ന് ഒക്കെ എത്തിയവരാണ്. മോദി ഒരു നോക്ക് കാണുക എന്നത് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം. അതിനുവേണ്ടി എത്തിയവരാണ്. എത്രമാത്രം ആവേശം ജനിപ്പിച്ചു മോദിയുടെ റോഡ് ഷോ? രേണുക, 2 മണിക്കായിരുന്നു യഥാർത്ഥത്തിൽ മോദി ഈ കുട്ടനെല്ലൂർ എത്തേണ്ടതിരുന്നത്. അവിടെ ഹെലികോപ്റ്ററിൽ ഇറങ്ങേണ്ട ഒരു സമയം അതായിരുന്നു. പക്ഷേ എത്തിയത് 1 മണിക്കൂറോളം വൈകിയാണ്. എങ്കിൽ പോലും ആവേശം ഒട്ടും ചോർന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം രാവിലെ മുതൽ തന്നെ നമുക്കറിയാം, നല്ല കടുത്ത വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും പ്രായമായവരായ വലിയൊരു നീണ്ട നിര തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയും. പല സ്ഥലങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് അതെല്ലാം മറികടന്ന് ആണ് ഇവർ തേക്കിൻകാട് മൈതാനിയിലെത്തിയത്. തേക്കിൻകാട് മൈതാനിയിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന് സമീപം ഉള്ള സ്റ്റേജിലായിരുന്നു പരിപാടി. അതിൻ്റെ പരിസരം ഫുള്ളായി ആളുകളെ, സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മോദി എത്തിയതോടുകൂടി റോഡ് ഷോ ആരംഭിച്ചു. റോഡ് ഷോ വൈകിയാണെങ്കിൽ പോലും റോഡ് ഷോ ആരംഭിച്ചു. അത് അരമണിക്കൂറിനകം തന്നെ പൂർത്തിയായി. പക്ഷേ 1 മണിക്കൂറോളം സമയം അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ്. അത് നേരത്തെ അനുമോദ് സൂചിപ്പിച്ച പോലെ തന്നെ
സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഫോർമുലകൾ ആണ് തങ്ങൾ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉൾപ്പെടെ അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു. അത് വലിയ കയ്യടികളോടുകൂടി തന്നെയാണ് ജനങ്ങൾ സ്വീകരിച്ച് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അവരുടെ ആവേശം ഒട്ടും കുറയാതെ മോദിയുടെ പ്രസംഗം അവസാനം വരെ ഇരുന്ന് കേൾക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതൊന്നും BJP പോലുള്ള ഒരു പാർലമെൻ്ററി സമിതിയിൽ നിന്നെടുത്ത തീരുമാനമാണ് സാധാരണ നിലയിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അങ്ങനെ ഒരു സാധ്യതയൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചത് സുരേഷ് ഗോപിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ പരോക്ഷമായെങ്കിലും സൂചിപ്പിക്കും എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന അധ്യക്ഷൻ, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ, അതുകൂടാതെ സുരേഷ് ഗോപിയെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു റോഡ് ഷോ ഉണ്ടായിരുന്നത്. വലിയ ആവേശം തന്നെ അലതല്ലിയ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. എന്തായാലും നമുക്കറിയാം ഇതിൻ്റെ രാഷ്ട്രീയം കൃത്യമായി തന്നെ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ആദ്യഘട്ട പ്രചാരണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മളിത് കാണേണ്ടിയിരിക്കുന്നു. കാരണം BJPക്ക് അല്പമെങ്കിലും സാധ്യതയുള്ള ഒരു സ്ഥലം തൃശ്ശൂരാണെന്നിരിക്കെ തൃശ്ശൂർ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ലഭിക്കും, അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു സൂചന BJPക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ ഉൾപ്പെടെ ക്രൈസ്തവ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്നുള്ളത്. കാരണം 40% വോട്ടർമാരും തൃശ്ശൂർ ജില്ലയിൽ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവരാണ്. ഒപ്പം തന്നെ 25% വോട്ടർമാർ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം സാമാന്യം നല്ല വോട്ട് പങ്ക് ലഭിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും BJPക്ക് ഉണ്ട്. സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇത്രത്തോളം വോട്ട് കിട്ടില്ലെന്നും അറിയാം. കാരണം BJPക്ക് സംസ്ഥാനത്ത് അങ്ങനെ എടുത്തു കാണിക്കാനോ അല്ലെങ്കിൽ ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഉയർത്തി കാണിക്കാനോ പറ്റുന്ന നേതാക്കന്മാരില്ല എന്നുള്ളതാണ്. കാരണം മാത്രമല്ല ഈ വിഭാഗീയതയൊക്കെ വലിയ തോതിൽ BJPക്ക് അകത്തുണ്ട്. ഇതെല്ലാം തന്നെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് സുരേഷ് ഗോപിയിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നതും. ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായി വേണം ഇതിനെ കാണാൻ. ശരി, എന്തായാലും തൃശ്ശൂരിനെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രവർത്തകരിൽ ആവേശം ജനിപ്പിച്ചുകൊണ്ട് മഹിളാ സംഗമത്തിൽ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രധാനമന്ത്രി സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർമാരാണ് വിവിധയിടങ്ങളിൽ നിന്ന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഇടുക്കിയിൽ നിന്നും ഡീൻ കുര്യാക്കോസ് MP, ന്യൂസ് 18 വേണ്ടി. भारत की बात
മറ്റു വാർത്തകളിലേക്ക്. അദാനിക്ക് ആശ്വാസം. അദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗ് ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണമില്ല. ആവശ്യം തള്ളിയ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സെബിക്ക് അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കി. സത്യം ജയിച്ചെന്നായിരുന്നു അദാനിയുടെ പ്രതികരണം. കേന്ദ്ര സർക്കാരിനും അദാനി ഗ്രൂപ്പിനും ആശ്വാസകരമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യമില്ല. സെബിക്ക് അന്വേഷണം തുടരാം. 3 മാസത്തിനുള്ളിൽ സെബി അന്വേഷണം പൂർത്തിയാക്കണം എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. 3 മാസത്തെ സമയപരിധി കൂടെ നീട്ടി നൽകിയിരിക്കുകയാണ്. ഇതിനിടയിൽ അതായത് 24 വിഷയങ്ങളിലാണ് സെബി അന്വേഷണം നടത്തുന്നത്. അതിൽ 22 അന്വേഷണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ബാക്കി 2 അന്വേഷണങ്ങളാണ് ഇനി പൂർത്തിയാകാനുള്ളത്. അത് ആ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം. അതിനുശേഷം സെബിക്ക് നടപടി സ്വീകരിക്കാം എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ അതായത് ഈ സെബിയെ ഇപ്പോൾ അവിശ്വസിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. സെബിയുടെ അന്വേഷണം തൃപ്തികരമാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വിശകലനമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കണം. ഇതിനായി കേന്ദ്രവും സെബിയും നടപടി സ്വീകരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനം നടന്നുവെങ്കിൽ അത് കേന്ദ്ര സർക്കാരാണ് പരിശോധിക്കേണ്ടത്. ആ പരിശോധന കേന്ദ്ര സർക്കാർ നടത്തണം എന്നും പറഞ്ഞു. സെബിയുടെ അന്വേഷണത്തിൽ നിലവിൽ സംശയിക്കാനുള്ള സാഹചര്യം ഇല്ല. അന്വേഷണം കൈമാറേണ്ടത് അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമാണ്. അത്തരത്തിൽ ഒരു അസാധാരണമായ സാഹചര്യം നിലവിലില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു. 2023 ഹിൻഡൻബർഗ് എന്ന് പറയുന്ന US ആസ്ഥാനമായ സ്ഥാപനം ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഓഹരി വിപണിയിലെ മൂല്യം അദാനി ഗ്രൂപ്പ് പെരുപ്പിച്ച് കാണിക്കുന്നു എന്നായിരുന്നു ആരോപണം. ഈ ആരോപണം വലിയ തോതിലുള്ള വിഷയമാവുകയും പ്രതിപക്ഷ കക്ഷികൾ രൂക്ഷമായി ഉന്നയിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് സെബിയെ അന്വേഷണത്തിന് ഏൽപ്പിച്ചത് സുപ്രീം കോടതിയാണ്. സെബി കാലാനുസൃതമായി അതായത് സമയബന്ധിതമായി ഈ അന്വേഷണം പൂർത്തിയാക്കുന്നില്ല എന്നൊരു ആരോപണവും ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഹർജിക്കാർക്കെതിരെയും ഇപ്പോൾ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. പ്രധാനമായും പറയുന്നത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ആധികാരികമായി കണക്കാക്കാനാകില്ല. ആവശ്യമായ തെളിവുകളൊന്നും തന്നെ ഹർജിക്കാർ ഹാജരാക്കിയിട്ടില്ല എന്നൊരു വിമർശനവും ഹർജിക്കാർക്കെതിരെ സുപ്രീം കോടതി ഉന്നയിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് നഷ്ടത്തിലോടുന്ന KSRTC ബസ്സുകൾ നിർത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സർവീസ് നിലനിർത്തും. ഇതിൽ ജനപ്രതിനിധികൾ പരിഭവിക്കരുതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. അധികം പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ലെന്നും തിങ്കൾ മുതൽ വ്യാഴം വരെ ഓഫീസിലുണ്ടാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. തിങ്കൾ മുതൽ വ്യാഴം വരെ ഞാനിവിടെ ഇരുന്നാലേ ഈ വകുപ്പുകളുടെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ തന്നെ ഒരു 2 ആഴ്ച എടുക്കും. പിന്നെ അതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ നമുക്കത്. പക്ഷെ എല്ലാ സമയത്തും ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിലാരെയും സന്ദർശകരെ കാണുന്നില്ല. ജനങ്ങൾക്ക് പ്രാധാന്യം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, രാജാവാരാണ് ബസ്സിൽ കയറുന്ന യാത്രക്കാരന്. പിന്നെ അനാവശ്യമായി നഷ്ടത്തിലോടുന്ന ഒരു ട്രിപ്പും എല്ലാ ട്രിപ്പും നിർത്തും. അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട. അത് പരിഹരിക്കും. ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിന്റെ സമയക്രമത്തിന്റെ കുഴപ്പമാണെങ്കിൽ ആ സമയക്രമം പരിഹരിക്കും. അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ, പിന്നെ SC/ST കോളനികളുള്ള സ്ഥലങ്ങൾ, എസ്റ്റേറ്റുകൾ, അവിടുത്തെ തൊഴിലാളികൾ അവരെ വണ്ടിയൊന്നും നിർത്തില്ല. പണം വരുന്നുണ്ട്, പണം കലക്ടറോട് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം കലക്ടറോട് കൊടുക്കേണ്ടതാണല്ലോ പൈസ. നമ്മൾ ഫൈനടിച്ചു, നമ്മുടെ ഖജനാവിൽ വന്നു. ആ ഖജനാവിലെ ഒരു റോളിംഗ് നടക്കുകയാണ്. അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒരു ചുമതലയല്ലല്ലോ.
മുൻമന്ത്രി ആന്റണി രാജുവുമായി തർക്കമില്ലെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ആന്റണി രാജുവുമായി നല്ല ബന്ധമാണ്. തന്റെ അച്ഛനൊപ്പം ആന്റണി രാജു എം.എൽ.എ ആയിരുന്നുവെങ്കിൽ താനും അച്ഛനൊപ്പം എം.എൽ.എ ആയിരുന്നയാളാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. അതിൽ സുതാര്യമായ ചർച്ചയുണ്ടാകും. പിന്നെ യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ കാര്യങ്ങൾ. ഇപ്പം ഞാൻ കണക്കില്ല നിങ്ങൾ എന്നെ വാർത്തകളെ വളച്ചൊടിച്ചു. ഒരു ചാനൽ ഒരു പ്രത്യേക ലേഖകൻ ഒരു വാർത്തയെ വളച്ചൊടിച്ചു. മുൻമന്ത്രിയെ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് വെറുതെ തെറ്റായി ആ വ്യക്തിക്ക് എന്നോടുള്ള ഒരു വിരോധം കൊണ്ട് നിങ്ങൾ ആരും കാണാത്ത ഒരു വേർഷൻ അതിൽ അയാൾ മാത്രം കണ്ടു. അയാൾക്ക് എന്നോട് പണ്ട് 2013 എന്നെ രാജിവെപ്പിക്കാൻ നടന്ന ആളാണ്. അപ്പൊ അയാൾക്ക് ആ ഒരു വിരോധമുള്ളത് കൊണ്ട് അയാൾ ആ വാർത്തയെ മറ്റാരും കാണാത്തൊരു മുഖത്തിൽ കണ്ടു. നിങ്ങൾ ആരും കണ്ടില്ല. കേരളത്തിലെ ഒരു മീഡിയയും കാണാത്ത ഒരു വേർഷൻ അദ്ദേഹം കണ്ടെത്തുകയും മഹത്തായ ചില സംഭാവനകൾ നൽകുകയും ചെയ്തു. അതിൽ കാര്യമില്ല. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞല്ല. എന്നോട് കണക്കില്ല എന്ന് പറഞ്ഞത്, ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, പ്രധാനപ്പെട്ട യൂണിയന്റെ നേതാക്കന്മാർ തന്നെ. ഞാനല്ലാതെ ഇത് അറിയുന്ന ആളല്ല. ഞാൻ പുറത്ത് നിൽക്കുന്ന എം.എൽ.എ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഞാനും മുൻമന്ത്രിയും തമ്മിൽ ഒരു പ്രശ്നമല്ല. പിന്നെ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ എന്റെ അച്ഛന്റെ കൂടെ അദ്ദേഹം എം.എൽ.എ ആയിരുന്നുള്ള കാര്യം, ഞാൻ 5 തവണ എം.എൽ.എ ആളാണ്. എന്റെ അച്ഛന്റെ കൂടെ ഞാൻ എം.എൽ.എ ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. ന്യൂസ് 18 വേണ്ടി യു പ്രതിഭ. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ജസ്ന കയ്യെത്തും ദൂരത്തെത്തിയിരുന്നുവെന്ന് ടോമിൻ ജെ തച്ചങ്കരി. ലോക്ഡൌൺ സമയത്ത് അന്വേഷണം നിലച്ചത് തടസ്സമായി. സിബിഐയെ കുറ്റം പറയാനാവില്ലെന്നും മുൻ DGP പറഞ്ഞു. ഞങ്ങളിത് അന്വേഷിച്ച വേളയിൽ ഞാൻ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുണ്ടായ സാഹചര്യം, അതുവരെയുള്ള അന്വേഷണം കേസ് ഡയറി വഴി പരിശോധിച്ചപ്പോൾ ജസ്ന എക്സിറ്റായ, അതായത് ലാസ്റ്റ് ജസ്നയെ കണ്ട സമയം, ലൊക്കേഷൻ, ഇവരുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അവൾ എങ്ങനെയാണ് പോയത്, ഓട്ടോറിക്ഷ വഴിയാണോ ബസ് വഴിയാണോ പോയത്, എങ്ങോട്ടാണുള്ള ഡയറക്ഷൻ എന്നിവ അതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഒരു ലീഡ് കിട്ടി. ആ ലീഡ് വെച്ച് ഞങ്ങൾ അന്വേഷണം തുടങ്ങി. സത്യത്തിൽ ഒരു കയ്യെത്താ ദൂരത്ത് ജസ്ന എത്തിയെന്ന് വരെ കരുതിയിരുന്നൊരു സമയമുണ്ട്. അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പോകേണ്ടിരുന്ന ഒരു അയൽ സംസ്ഥാനം, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. കുമളി തേനി വഴി. കുമളി തേനി വഴി തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള പാസ്പോർട്ട് അന്യ സംസ്ഥാനമാണ്. കോവിഡ് വന്ന് കംപ്ലീറ്റ് അടച്ചു. അപ്പം ഞങ്ങളുടെ ടീം 2-3 ഫുള്ളായിട്ട് പല ലീഡുകൾ കിട്ടി നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് 1.5 വർഷക്കാലത്തോളം കേരളം അടഞ്ഞു കിടന്നു. നിങ്ങൾക്കെല്ലാം അറിയാം. ആ സമയത്താണ് കുടുംബം കോടതിയിൽ പോവുകയും കേസ് CBIക്ക് കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ണികഞ്ഞി പോലെ അന്വേഷിച്ച് പോയ സമയത്ത് സത്യത്തിൽ ഞങ്ങളെല്ലാം ഓർത്തു ഇത് തെളിയിക്കപ്പെടുന്നു. പക്ഷെ അത് CBIയിലേക്ക് പോയി. CBI ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ചോദിച്ചിരുന്നു, എന്നോടും ചോദിച്ചിരുന്നു. ഞങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൊടുക്കുകയും ചെയ്തു. അവരാ വിവരങ്ങൾ അന്വേഷിച്ചോ ഇല്ലയോ എന്നുള്ളത് CBIയുടെ കേസ് ഡയറി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പഠിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അന്വേഷണ ഏജൻസിയാണ് CBI. ആ CBIയെ ഒരു കുറ്റവും പറയാൻ എനിക്ക് കഴിയില്ല. കാര്യം ഞാനോ എന്നെപ്പോലുള്ള IPSോ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരോ ഡെപ്യൂട്ടേഷനിൽ ചെന്ന് പോകുന്നൊരു സ്ഥാപനമാണ്, ഒരു ഓർഗനൈസേഷനാണ് CBI. ഇടവേള. സ്ത്രീകൾ, 3 നിലപാടുകൾ, 3 രാഷ്ട്രീയം. ഏതാണ്ട് ഒരു കുടുംബം തന്നെ 60 വർഷത്തോളം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നയിച്ചതാണ്. വ്യവസ്ഥാപിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ ഈ രാജ്യം ഭരിച്ചതായിട്ട് ആ പേര് ഒന്ന് പറഞ്ഞു. ഉയരുന്ന ഈ ശബ്ദം ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീ രാഷ്ട്രീയം. കേരളത്തിനൊരു എയിംസ് കിട്ടാൻ വേണ്ടി എത്ര തവണ കേന്ദ്രമന്ത്രിമാരെ കണ്ടു എന്നുള്ളതിന് കണക്കില്ല. സ്ത്രീകൾ മാത്രം വേദിയിലും സദസ്സിലും ഇരുന്ന് സംവദിച്ച് ചർച്ച ചെയ്ത് നിലപാടുകളിൽ കലഹിച്ച് പറയാതിരിക്കണമെന്നുള്ള ബോധ്യം നിങ്ങൾക്കൂടെ അത് കയ്യിൽ വെച്ചാൽ മതി. ഒരുപാട് ഒച്ചയെടുത്ത് ബഹളം വെച്ച് സംസാരിച്ചതുകൊണ്ട് ശോഭ പറഞ്ഞതെല്ലാം നേരാവണമെന്നില്ല. The Women Political Conclave. ICL FinCorp presents News 18 Kerala Women Political Conclave. ICL Gold Loan. Powered by Reliance Industries Limited. KSFE Diamond. വാർത്തകൾ തുടരുന്നു. മന്ത്രി സജി ചെറിയാനെതിരെ ഓർത്തഡോക്സ് സഭ. കേന്ദ്രം വിളിച്ചാലും കേരളം വിളിച്ചാലും
പങ്കെടുക്കുമെന്ന് യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലിത്ത. അത് കക്ഷിരാഷ്ട്രീയം നോക്കിയല്ല. ക്രിസ്ത്യാനിയെ മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറയുന്നവരുടെ കുഴപ്പമാണെന്നും കോട്ടയം ഭദ്രാസനാധിപൻ വ്യക്തമാക്കി. മലങ്കര സഭയുടെ സ്റ്റാൻഡ് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും നമ്മൾ ഇന്ത്യക്കാർ എന്ന നിലയ്ക്ക് ഈ രണ്ട് സർക്കാരുകളോടും ഉള്ള ബന്ധം നമുക്ക് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പോയി പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് ഇന്നും പങ്കെടുക്കും, നാളെയും പങ്കെടുക്കും. അതിനകത്ത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നും മലങ്കര സഭ കാണാറില്ല, അങ്ങനെ കാണത്തുമില്ല. പിന്നെ ആരെങ്കിലും അതിന് വിരുദ്ധമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, അത് അവരുടെ കുഴപ്പമായിട്ട് മാത്രം ഞങ്ങൾ കാണുന്നു. മന്ത്രി സജി ചെറിയാൻ വിവാദ പരാമർശം പിൻവലിച്ചതോടെ മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത് KCBC പ്രതിനിധികൾ. പ്രതിപക്ഷം ഇടഞ്ഞു നിൽക്കെ ലീഗ് MP അബ്ദുൽ വഹാബും വിരുന്നിനെത്തി. ഗവർണറെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. ബിഷപ്പുമാർക്കെതിരായ പരാമർശം മന്ത്രി സജി ചെറിയാൻ പിൻവലിച്ചതോടെയാണ് സർക്കാരിനും സഭാ നേതൃത്വത്തിനുമിടയിൽ മഞ്ഞുരുകിയത്. KCBC അധ്യക്ഷൻ കർദിനാൾ മാർ ബെസേലിയസ് ക്ലിമിസ് കാതോലിക്ക ബാവ മുഖ്യമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിനെത്തി. സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷം ചടങ്ങ് ഉപേക്ഷിച്ചെങ്കിലും ലീഗ് MP അബ്ദുൽ വഹാബ് പങ്കെടുത്തു. ക്ഷണിക്കപ്പെട്ട മതമേലധ്യക്ഷന്മാർക്ക് പുറമെ സാമുദായിക സംഘടനാ നേതാക്കൾ, പൗരപ്രമുഖർ അടക്കം വിരുന്നിനെത്തി. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചായ സൽക്കാരം ബഹിഷ്കരിച്ചതിന് പിന്നാലെ ക്രിസ്മസ് വിരുന്നിലേക്ക് ഗവർണറെ ക്ഷണിച്ചിരുന്നില്ല. നവകേരള സദസ്സിൽ ലീഗ് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. നേരത്തെ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡിലേക്ക് ലീഗ് MLA ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൽ നിന്നോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നോ ആരും പങ്കെടുത്തില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. പൌരത്വ ഭേദഗതി നിയമം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ. ഇതിനുള്ള ചട്ടങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കും. പൌരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും ഉടൻ നിലവിൽ വരും. പോർട്ടൽ വഴി 2014 ഡിസംബർ 31 മുൻപ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി, ജെയിൻ, ബുദ്ധ വിഭാഗങ്ങൾക്ക് പൌരത്വത്തിനായി അപേക്ഷിക്കാം. 2019 ഡിസംബറിൽ ബിൽ പാസാക്കിയതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ അരങ്ങേറിയിരുന്നു. അയോധ്യയ്ക്കൊപ്പം കാശിയിലെ ഗ്യാൻവാപ്പിയും മധുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളിയും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് KK മുഹമ്മദ്. ഗ്യാൻവാപ്പിയും ഷാഹി ഈദ്ഗാഹും അയോധ്യയ്ക്ക് തുല്യമാണ്. രാമജന്മഭൂമി പോലെ പ്രാധാന്യമുള്ളതാണ് കൃഷ്ണജന്മഭൂമിയും. താൻ RSSകാരനോ BJPക്കാരനോ അല്ലെന്നും KK മുഹമ്മദ് ന്യൂസ് 18നോട് പറഞ്ഞു. അയോധ്യയിൽ തർക്കഭൂമിയിൽ ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു ഗവേഷകനാണ് KK മുഹമ്മദ്. ഇത് പ്രവണതയായി മാറാൻ പാടില്ല. പക്ഷേ അതിന് ചില കർത്തവ്യം മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാകണം. ഈ 3 സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കൃഷ്ണൻ്റെ ജന്മസ്ഥലം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെ ഇതിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ശിവൻ്റെ സ്ഥാനം ഗ്യാൻവാപ്പി. കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. ആ തയ്യാറായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ മുന്നോട്ട് വരും. ആ തമ്മിലുള്ള മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള ഈ വിടവ് നികത്താനുള്ള ഒരു സുവർണ അവസരമാണിത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ വില്ലിംഗ്ലി ഈ സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്, ഹിന്ദു സമുദായത്തിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനിൽ അവർ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാജ്യത്ത് വൻ ലഹരിവേട്ട. 15.8 കിലോ മെത്തഫെറ്റമിൻ ആണ് ചെന്നൈയിൽ നിന്നും ഇംഫാലിൽ നിന്നുമായി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടികൂടിയത്. സംഭവത്തിൽ ഇതുവരെ 8 പേരെ അറസ്റ്റ് ചെയ്തു. മ്യാൻമറിൽ നിന്ന് മണിപ്പൂർ, ഗുവാഹത്തി, ചെന്നൈ വഴി ശ്രീലങ്കയിലേക്ക് ലഹരി കടത്തുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. തേയില പാക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. ഡിസംബർ 21-നാണ് ചെന്നൈയിൽ നിന്ന് 4 പേർ ആദ്യം പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇംഫാലിൽ നിന്ന് 3 പേരെയും കഴിഞ്ഞ ദിവസം ഒരാളെയും NCB സഖ്യം പിടികൂടി. ചെന്നൈ, ബംഗളൂരു, ചെന്നൈ, ഇംഫാൽ സോണുകൾ സംയുക്തമായി നടത്തിയ നീക്കമാണ് പ്രതികളെ വലയിലാക്കിയത്. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സമ്മാനിക്കാൻ വജ്രമാല നിർമ്മിച്ചിരിക്കുകയാണ് സൂറത്തിലെ ജ്വല്ലറി ഉടമ കൌശിക് കാകത്തിയ. അമേരിക്കയിൽ നിന്നെത്തിച്ച 5000 വജ്രങ്ങൾ ഉപയോഗിച്ച് 35 ദിവസമെടുത്താണ് 700 ഗ്രാം തൂക്കമുള്ള വജ്രമാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്.
ശ്രീരാമ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനാണ് സൂറത്തിലെ രാജേഷ് ജ്വല്ലറി ഡയറക്ടർ കൗശിക് കാകതിയ വജ്രമാല നിർമ്മിച്ചത്. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന വജ്രങ്ങൾക്ക് പുറമെ 2 കിലോഗ്രാം വെള്ളിയിലുമായാണ് ഈ മാല ഒരുക്കിയത്. രാമക്ഷേത്രമാണ് വജ്രമാല നിർമ്മിക്കാൻ പ്രചോദനമെന്ന് കൗശിക് കാകതിയ പറഞ്ഞു. ये जो हमने राम मंदिर बनाया है इसमें 5000 से प्लस अमेरिकन डायमंड यूज हुए हैं और ये 2 किलो चांदी में बना हुआ है. इसका मेन ये जो बनाया हमने इसके में जो प्रेरणा मिली, ये जो अभी अयोध्या में जो नवनिर्मित हो रहा है राम मंदिर, वहीं से हमें प्रेरणा मिली है. इसमें जो छोटे छोटे जो दिख रहे हैं ना आपको नक्शी काम, उसमें जो रामायण के जो मेन पात्र है, जो मेन अध्याय है, उसको हमने इसमें दर्शाने की ट्राई की हुई है पूरी. ക്ഷേത്ര മാതൃകയ്ക്കൊപ്പം ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും ഹനുമാനെയും വജ്രത്തിൽ കൊത്തിവച്ചിട്ടുണ്ട്. വിദഗ്ധരായ 40 സ്വർണ്ണപ്പണിക്കാർ 35 ദിവസമെടുത്താണ് വജ്രമാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ये हमने बनाया 30 दिनों में बनाया हुआ है और 40 से ज़्यादा वर्करों की मदद से ये काम हुआ है. ये नेकलेस का हम जो अभी राम मंदिर का जो इनोग्रेट होने वाला है, तभी हम राम अयोध्या में वहाँ पे हम भेंट देना चाह रहे हैं. അമൂല്യ വജ്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ മാല ശ്രീരാമ വിഗ്രഹത്തിൽ ചാർത്തുമെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് കൗശിക്കിനെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഈ പുതുവർഷത്തിൽ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് ഹിസ്റ്ററി TV 18. ലോകപ്രശസ്ത എഴുത്തുകാരനും പ്രശസ്ത ചരിത്രകാരനുമായ വില്യം ഡാരിംപിൾ കണ്ടെത്തിയതും അധികം അറിയപ്പെടാത്തതുമായ ഭൂതകാല അത്ഭുതങ്ങളാണ് ഹിസ്റ്ററി TV 18 അനാവരണം ചെയ്യുന്നത്. ഇന്ത്യ മാർവൽസ് ആൻഡ് മിസ്റ്ററീസ് വിത്ത് വില്യം ഡാരിംപിൾ എന്ന ഷോയുടെ പ്രീമിയർ നാളെ മുതൽ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്ക് കാണാം. എന്താണ് ഈ ഷോയിലെ ഉള്ളടക്കം എന്നതിന്റെ സാരാംശത്തിലേക്ക്. Thousands of years in the making, unearthed from the depths of the past. Along lost trails, amid legends and lore, are untold histories of India. Her marvels and mysteries. India Marvels and Mysteries with William Dalrymple starts 4th January every Thursday and Friday 9 p.m. on History TV 18. സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ കൊല്ലം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. മമ്മൂട്ടി വിശിഷ്ടാതിഥിയാകും. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 62ാം സ്കൂൾ കലോത്സവത്തിനായി കൊല്ലമൊരുങ്ങി. ഇത് 5ാം തവണയാണ് കലോത്സവം കൊല്ലത്തെത്തുന്നത്. നാളെ മുതൽ 8 വരെ സാംസ്കാരിക നായകന്മാരുടെ പേരുകളിലെ 24 വേദികളിലാകും മത്സരം നടക്കുക. 60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ ഏകദേശം 1600 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തൽ സ്റ്റേജ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ റൂമുകൾ, VIP-കൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ ഈ സ്റ്റേജിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം 12,000 കസേരയാണ്. 2000 VIP കസേരകളടക്കം 12,000 കസേരകൾ ഇതിനകത്ത് ഇരിപ്പിടത്തിന് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. ഇക്കുറി ഗോത്ര കലാരൂപങ്ങളും ഭിന്നശേഷി കുട്ടികളുടെ ചെണ്ടമേളവും നൃത്തവും കലാപരിപാടിയായി അരങ്ങേറും. നടി ആശാ ശരത്തിന്റെ നൃത്തമുണ്ടാകും. കുട്ടികൾ കൂടുന്നിടത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് ആദ്യമായി കലോത്സവത്തിന് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 62ാം കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഈ 24 വേദികളും ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികളും അതുപോലെ തന്നെ എക്സോട്ടിക് അധ്യാപകർ, രക്ഷിതാക്കൾ, കാണികളായിട്ട് വരുന്ന പൊതുജനങ്ങൾ, ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി എന്നുള്ളത് ഈ പന്തൽ കമ്മിറ്റി ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണെന്നുകൂടി അറിയിക്കുകയാണ്. വിജിലൻസ് നിരീക്ഷണത്തിലാകും ജഡ്ജസ് പാനൽ തയ്യാറാകുന്നത്. VS വിനീഷ്, ന്യൂസ് 18 കൊല്ലം. സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് എവിടെയും. തിരുവനന്തപുരം നന്ദിയോട് സ്കൂളിലും അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. 80% വൈകല്യമുള്ള കുട്ടി ഉൾപ്പെടെയുള്ള സംഘമാണ് വട്ടപ്പാട്ടിൽ പങ്കെടുക്കുക. മന്ദാരത്തിന്നലിൽ നിന്ന് നല്ല തെങ്കുത്ത മാപ്പിള വന്ന്. നന്ദിയോട് SKV സ്കൂളിന് ഇത് അഭിമാന നിമിഷം.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇക്കുറി 15 ഇനങ്ങളിലാണ് ഇവിടത്തെ ചുണക്കുട്ടികൾ പങ്കെടുക്കുന്നത്. കൂട്ടത്തിൽ ഒരൽപ്പം തിളക്കം കൂടും വട്ടപ്പാട്ട് സംഘത്തിന്. കേരളത്തിലെ ഒരു സ്കൂളും ധൈര്യപ്പെടാൻ തയ്യാറല്ലാത്ത ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് പഠന വൈകല്യം 80% പഠന വൈകല്യമുള്ള ഒരു കുട്ടി, ഒരുപക്ഷെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു കുട്ടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അത് വട്ടപ്പാട്ടിൽ ഞങ്ങൾ മണവാളനായി ആക്ട് ചെയ്യുന്ന ആ കുട്ടി പൂർണ്ണമായും ഭിന്നശേഷി വിഭാഗത്തിൽ അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിയാണ്. വട്ടപ്പാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ മണവാളനെ കല്യാണത്തിന് വേണ്ടി ഒരുക്കിയിരുത്തിയിട്ട് കളിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ സന്തോഷം ചിരിയൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് ആദ്യമേ മാഷ് നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് ചിരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. ഒരുപാട് നേരം 10 മിനിറ്റ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ബുദ്ധിമുട്ടാണ്. മാഷ് ചിരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന കുട്ടികളാണ് ഏറെയും. ഇപ്പോഴത്തെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിയിൽ നിന്ന് കുറേ കുട്ടികളെങ്കിലും നമുക്ക് അതിൽ നിന്ന് കലയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അതൊരു വലിയ മാനുഷിക പരിഗണനയും കുട്ടികൾക്ക് വേണ്ട ഒരു സപ്പോർട്ടുമാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സിസ്റ്റർ മരിയാൻ എടയാടി സ്മാരക സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. കുട്ടനാട്ടിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് സമ്മാനിച്ചത്. സ്കോളർഷിപ്പ് അവാർഡ് സമ്മേളനം ഫരീദാബാദ് രൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ തോമസ് കെ തോമസ്, ചാണ്ടി ഉമ്മൻ, തങ്കം തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ കാണാം. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5840 രൂപ, പവന് 46,720 രൂപ, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3654 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ നിന്ന് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാലത്ത്. നമസ്കാരം.